വീഡിയോ ആണ് നിങ്ങളൊരു SSLC സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നു കൈസ്. അപ്പോൾ ഇനി നമ്മുടെ പരീക്ഷാനായിട്ട് കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ബ്രോ മാത്സ് ഒക്കെ ഇനി എങ്ങനെ പഠിക്കുക, ഫിസിക്സ് ഇനി എങ്ങനെ പഠിക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എടുക്കുന്നത് ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് അങ്ങ് മാറ്റി കളഞ്ഞേക്കുക, അതിന് വരെ കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അതിന് എങ്ങനെ ബ്രോ സെറ്റ് ആക്കുന്നതെന്ന് എന്നോട് ചോദിക്കണമെങ്കിൽ ഗൈസ് ഇനി കുറച്ച് ഒരു 3 ദിവസമില്ലേ, 3 ദിവസം ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ ഇരിക്കുക. അല്ലാണ്ട് അയ്യോ ഇനി 3 ദിവസമേ ഉള്ളൂ പൊട്ടി എനിക്ക് A+ ഇല്ല, ആ ഒരു മൈൻഡൊക്കെ മാറ്റി വെച്ചേക്കാം. ഈ ഒരു 3 ദിവസം നിങ്ങൾ മലയാളം സെറ്റാക്കുക, ഇംഗ്ലീഷ് സെറ്റാക്കുക. അതായത് മലയാളം ഫസ്റ്റ്, സെക്കൻഡ്, ഇംഗ്ലീഷ്, സോഷ്യൽ, ഹിന്ദി. ഗൈസ് ഇതിനെയാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ആകെ ഈ 4 ഗൈസ് ഇതിനകത്ത് കുറച്ച് ടഫ് എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് അല്ല, സോഷ്യലും ഹിന്ദിയും ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം പഠിച്ച് ഈ ഹിന്ദിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ ഹിന്ദിയിൽ കുറച്ച് ബേസിക് വേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഹൂ, ഐ ആം, അങ്ങനെ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അർത്ഥം ഇങ്ങനെ പഠിച്ച് കാണുന്നത് വെച്ചേക്കുക. പിന്നെ പാഠത്തിൻ്റെ ആശയമൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക, സ്വന്തമായിട്ട് എഴുതണം. അതുപോലെ സോഷ്യൽ സയൻസ് ആണെങ്കിൽ ഇനി മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഇനി പഠിക്കാൻ വേണ്ടി നോക്കുക. അല്ലാണ്ട് ആദ്യം വലിയ 1 മുതൽ പഠിച്ച് തുടങ്ങിയാൽ കിട്ടത്തില്ല. അതായത് ഇംഗ്ലീഷും മലയാളം ഇംഗ്ലീഷും മലയാളം കുറച്ച് ഹാർഡ് വർക്ക് എടുത്താൽ പോരെ, എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ലാംഗ്വേജും സോഷ്യൽ സയൻസൊക്കെ സെറ്റാക്കി വെക്കുക. പിന്നീട് എങ്ങനെ പഠിക്കേണ്ടത് നോക്കുകയാണെങ്കിൽ മാത്സ് ഒക്കെ എപ്പോഴാണ് നോക്കുകയാണെങ്കിൽ മാത്സ് ഒക്കെ പഠിക്കാനായിട്ട് 7 ദിവസം ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഈ ഓരോ ആഴ്ച കൊണ്ട് രാവിലെ വൈകിട്ട് നിങ്ങൾ മാത്സ് പഠിക്കുക, എന്നിട്ട് എപ്പോഴെങ്കിലും ഫിസിക്സ് പഠിക്കാം. എപ്പോഴെങ്കിലും അല്ല, ഫിസിക്സ് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ വൈകിട്ട് മാത്സ് പഠിക്കാം. എന്തായാലും ഇങ്ങനെ പോകണം. എന്നിട്ട് ലാസ്റ്റത്തെ 7 ആഴ്ചയിൽ ലാസ്റ്റത്തെ ഒരു 2 ദിവസം മാത്സിന് മാത്രം അങ്ങ് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ ഫിസിക്സ് പരീക്ഷയ്ക്ക് നമ്മൾ നേരത്തെ പഠിച്ചത് റിവൈസ് ചെയ്യണം. അതേപോലെ തന്നെ ആദ്യമേ പഠിക്കാം നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു A+ നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ എത്രമാത്രം ഉപയോഗിക്കുന്നത് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു A+ൻ്റെ കാര്യം. നമ്മളിപ്പോൾ ഇനി മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് വെച്ചിരിക്കും നിങ്ങൾക്ക് എത്ര A+ കിട്ടുന്നു. ശരി, എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എടാ നിനക്ക് പരീക്ഷയില്ലേ, +1 അപ്പം അതിനൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിലപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞു തരാൻ ആളും ഇല്ലായിരുന്നു. ശരി, ഒരു ചേട്ടനെ പോലെ പറഞ്ഞു തരാൻ കാരണം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വിഷമമൊക്കെ അറിയാവുന്നതുകൊണ്ടാണ്. അപ്പം പഠിച്ചേക്ക്, അപ്പം അത്രേ ഉള്ളൂ. വീട്ടുകാരെ നമുക്ക് സെറ്റാക്കണ്ടേ, ഫുൾ A+ കൊടുക്കണ്ടേ.